അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. മത്തങ്ങയും വൻപയറും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ വൻപയർ കറിക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കിലോയോളം മത്തങ്ങയാണ്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതേപോലെ തന്നെ 1 കപ്പ് വൻപയറും എടുത്തിട്ടുണ്ട്. വൻപയർ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം. കുതിർത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ആദ്യം നമുക്ക് പയർ മാത്രമായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വെന്തതിന് ശേഷം മത്തങ്ങ ചേർത്ത് വേവിച്ചാൽ മതി. നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പയറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 നുള്ളു മുളക് പൊടി. മുളക് നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട്, അത് കാരണമാണ് ഇപ്പം കുറച്ച് മാത്രം ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അത് കാരണം ഞാൻ ഒഴിക്കുന്നില്ല വേറെ എക്സ്ട്രാ വെള്ളം. നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയും വെന്തിട്ടുണ്ടാകും. ഇതാ നമ്മുടെ മത്തങ്ങയുടെ വേവിച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ കറിയായ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു 4 പറ്റൽ മുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. വറ്റൽ മുളക് ചതച്ചത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടൂലേ, അതായാലും മതി. അതാകുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ 4 വറ്റൽമുളകാണ് ചേർത്തേക്കണത്. മുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലേക്കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പയറിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിയും മുളകും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ എന്താ നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പയറും മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മത്തങ്ങ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കണത്, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടിരിക്കണമല്ലോ. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം തിളപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇരുന്ന് തിളയ്ക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിലാണ്. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മത്തങ്ങ വൻപയർ കറി. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.